പ്രവാസികളെ ഏറെ ആശങ്കയിലാഴ്ത്തിക്കൊണ്ടാണ് ഒമാനിൽ ആൽഫ, ബീറ്റ, ഡെൽറ്റ എന്നീ കോവിഡിന്റെ മറ്റ് വകഭേദങ്ങൾ കണ്ടെത്തിയത്. ഇന്ത്യയിൽ രണ്ടാം തരംഗത്തിനിടയാക്കിയ ഈ വകഭേദങ്ങൾ ഒമാനിലും കണ്ടെത്തിയത് ഏറെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് മറ്റ് ഗൾഫ് രാഷ്ട്രങ്ങളും ഈ ആശങ്ക ഉറ്റുനോക്കുന്നുണ്ട്. നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. കോവിഡ് വ്യാപനം അതിരൂക്ഷമായ സാഹചര്യത്തിൽ ഒമാനിൽ വീണ്ടും യാത്രകൾക്കും വാണിജ്യ സ്ഥാപനങ്ങൾക്കും രാത്രികാല വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. ജൂൺ 20 ഞായറാഴ്ച മുതൽ അനിശ്ചിതകാലത്തേക്കാണ് രാത്രികാല ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചിരിക്കുന്നത്. രാത്രി 8 മുതൽ പുലർച്ചെ 4 വരെ വ്യക്തികൾക്കും വാഹനങ്ങൾക്കും യാത്രാവിലക്ക് നിലനിൽക്കും. വാണിജ്യ സ്ഥാപനങ്ങൾ അടച്ചിടണമെന്നും സുപ്രീം കമ്മിറ്റി അറിയിച്ചു. ഒമാനിൽ വ്യാഴാഴ്ച 35 കോവിഡ് മരണങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത്. ഏറ്റവും ഉയർന്ന പ്രതിദിന കോവിഡ് മരണനിരക്കാണിത്. രാജ്യത്തെ ആകെ മരണം 2,06,026 ഉയർന്നു. രാജ്യത്തെ ആകെ കോവിഡ് കേസുകൾ 2,42,723 ഉയർന്നു. 2,13,880 പേരാണ് ഇതിനോടകം രോഗമുക്തി നേടിയത്. കോവിഡ് മുക്തി നിരക്ക് 88.1% കുറഞ്ഞിരുന്നു. 26,217 പേരാണ് നിലവിൽ കോവിഡ് ബാധിതരായി കഴിയുന്നത്. 1,306 രോഗികളാണ് നിലവിൽ ആശുപത്രിയിൽ ചികിത്സയിലുള്ളത്. ഇതിൽ 382 രോഗികൾ തീവ്രപരിചരണ വിഭാഗത്തിലാണെന്നും ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ഒമാനിൽ കോവിഡ് വൈറസിന്റെ ആൽഫ, ബീറ്റ, ഡെൽറ്റ വകഭേദങ്ങൾ വ്യാപിച്ചതായി ആരോഗ്യ മന്ത്രാലയം നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. രാജ്യത്ത് കോവിഡ് പരിശോധന നടത്തിവരുന്ന ലബോറട്ടറികൾ വ്യാപനശേഷി കൂടി വകഭേദങ്ങൾ കണ്ടെത്തിയിട്ടുമുണ്ട്. വൈറസുകളിലെ ജനിതക മാറ്റം കാരണം അണുബാധ വർദ്ധിക്കുന്നതായാണ് റിപ്പോർട്ട്. ഡെൽറ്റ വകഭേദം നേരത്തെ ഉണ്ടായിരുന്ന വൈറസിനേക്കാൾ 60% വേഗത്തിൽ പടരുന്നതെന്നും ഒമാനിലെ മെഡിക്കൽ ലബോറട്ടറി സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ മുഹമ്മദ് ബിൻ സയ്യിദ് അൽ തൗബി ഒമാൻ ടിവിയോട് പറയുകയും ചെയ്തിരുന്നു. ഒമാനിൽ കഴിഞ്ഞ 3 ദിവസങ്ങളിലായി 4,415 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. 46 പേർ മരിക്കുകയും ചെയ്തു. കൂടാതെ ഒമാനിൽ 45 വയസ്സിന് മുകളിൽ പ്രായമുള്ള സ്വദേശികൾക്കും പ്രവാസികൾക്കും ഇന്നു മുതൽ സൗജന്യ വാക്സിൻ വിതരണം ആരംഭിക്കുമെന്ന് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ഒമാൻ കൺവെൻഷൻ ആൻഡ് എക്സിബിഷൻ സെന്ററിൽ പ്രത്യേകം ഒരുക്കിയ വിതരണ കേന്ദ്രങ്ങളിൽ ഇതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയായതായി മസ്കറ്റ് ഗവർണറേറ്റിലെ ഹെൽത്ത് സർവീസസ് ഡയറക്ടർ ഡോക്ടർ തമ്ര ബിൻ സയ്യിദ് അൽ ഗഫ്രി അറിയിച്ചു. മുൻകൂട്ടി രജിസ്റ്റർ ചെയ്തവർക്ക് മാത്രമേ വാക്സിൻ ലഭിക്കുകയുള്ളൂ. തറസൂത്ത് പ്ലസ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് അതുവഴിയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്. രജിസ്റ്റർ ചെയ്യാതെ വാക്സിനേഷൻ സെന്ററിലെത്തിയാൽ വാക്സിൻ ലഭിക്കുന്നതല്ല. വാക്സിനേഷൻ കേന്ദ്രത്തിലെ തിരക്ക് ഒഴിവാക്കുന്നതിനാണ് മുൻകൂർ ബുക്കിംഗ് ഏർപ്പെടുത്തിയിരിക്കുന്നതെന്നും അദ്ദേഹം അറിയിച്ചു. 45 വയസ്സ് കഴിഞ്ഞവർക്കുള്ള വാക്സിൻ സ്വീകരിക്കുന്നതിനായി ഇന്നലെ വരെ 12,863 പേരാണ് ആപ്പിൽ രജിസ്റ്റർ ചെയ്തത്. സാധാരണ ദിവസങ്ങളിൽ രാവിലെ 8 മണി മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെയും വൈകിട്ട് 3 മണി മുതൽ രാത്രി 9 മണി വരെയും ആയിരിക്കും എക്സിബിഷൻ സെന്ററിൽ വാക്സിൻ വിതരണം ഉണ്ടാകുക. അവധി ദിവസമായ വെള്ളിയും ശനിയും രാവിലെ 9-നും വൈകിട്ട് 4-നും ഇടയിലുള്ള സമയത്ത് വാക്സിൻ നൽകും. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.